സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമുക്ക് ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും. സോ അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, limit x tends to 0, 1 by x minus 1 plus 1 by x plus 1 divided by x. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു നോക്കിക്കേ. എന്താ വരിക? ഡയറക്റ്റ് ഈ എക്സിന് വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്ക്. എക്സിന് 0 കൊടുക്കുക അല്ലെ. എക്സിന് 0 കൊടുക്കുമ്പോ എന്താ വരിക? 1 by 0 minus 1 plus 1 by 0 plus 1 divided by 0 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 0 minus 1 എത്ര? -1 plus 1 by 0 plus 1 plus 1 divided by 0. ദാറ്റ് ഈസ് എന്തായി? -1 plus 1 0 by 0. സോ ഇതും എന്താ? ഇൻഡെഫിനിറ്റ് ഫോം ആണ് അല്ലെ. സോ ഇൻഡെഫിനിറ്റ് ഫോം ആയതുകൊണ്ട് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി ഇതിനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 by x minus 1 plus 1 by x plus 1 divided by x. ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമ്മള് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒക്കെ നമുക്കൊന്ന് ഇതിനെ രണ്ടിനെ ഒന്ന് ആഡ് ചെയ്ത് അതിനെ ഒന്ന് ഡിവൈഡ് ഒക്കെ ചെയ്ത് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ രണ്ട് ഫ്രാക്ഷൻസിനെയും നമുക്ക് ആഡ് ചെയ്യണം. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സോ ഇതിനെ നമ്മൾ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? 1 by x minus 1 plus 1 by x plus 1. അതിനെങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? എങ്ങനെയാണ്? 1 into x plus 1 plus 1 into x minus 1 അല്ലെ. സോ x plus 1 plus 1 into x minus 1, that is x plus 1 plus x minus 1 divided by, ഇനി എന്താ? ഈ ഡിനോമിനേറ്ററിലുള്ള സാധനങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ x minus 1 into x plus 1. താഴെ ഒരു ആരുണ്ട്? ഡിനോമിനേറ്ററിൽ, മൊത്തത്തിന്റെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? എക്സ് ഉണ്ട് അല്ലെ. ഇനി നോക്ക്, ഇനി ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു 1 minus 1 ഉണ്ട്. അപ്പൊ ഈ ടേം എന്തായി? 0 ആയി പോയി അല്ലെ. 1 minus 1 നമുക്ക് 0 ആയിപ്പോ. സോ അത് രണ്ടും പോയി. ഇനി ന്യൂമറേറ്ററിലെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോ എങ്ങനെ കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ കിട്ടുക? എക്സ് പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ് എന്താ? 2x അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ ഒന്നും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. സോ അത് എഴുതാൻ മറക്കരുത്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 2x ഡിവൈഡഡ് ബൈ, അടുത്തതോ എക്സ് മൈനസ് 1 into x plus 1. എന്താണ് എക്സ് മൈനസ് 1 into x plus 1? a plus b into a minus b. എന്താ? a square minus b square അല്ലെ. സോ ദാറ്റ് ഈസ് x square minus 1 ഹോൾ ഡിവൈഡഡ് ബൈ x ഉണ്ട് അല്ലെ. ഇവിടെ മൊത്തത്തിന്റെ ഡിനോമിനേറ്ററിൽ ഒരു x ഉണ്ട്. അതിനെ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി നമ്മള് ഈ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ഉണ്ട് അല്ലെ. സോ ഡിനോമിനേറ്ററിൽ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഈ ന്യൂമറേറ്ററിലുള്ള ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 2x by x square minus 1 into 1 by x എന്ന് വരും. എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 by x. ഓക്കെ, അപ്പോ ഈ എക്സും എക്സും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്താ ബാക്കി ഉണ്ടാവുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 by x square minus 1 അല്ലെ. സോ ഇപ്പൊ നമുക്ക് എന്തായി? നമുക്ക് എക്സിന് 0 കൊടുക്കാൻ പറ്റുന്ന ഫോമിലായി ഈ ഫംഗ്ഷൻ. സോ ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം. ഇനി ഇതിപ്പോ നമ്മൾ ആ ഫംഗ്ഷന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാ? എക്സ് ടെൻസ് ടു 0 ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ എക്സിന് 0 ഇവിടെ കൊടുത്താൽ എന്താ വരിക? 1 by x square, 0 square minus 1, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? സോറി, 1 അല്ല, ഇവിടെ 2 ആണ് അല്ലെ. സോ 2 by 0 minus 1, ദാറ്റ് ഈസ് എത്ര കിട്ടും? -2 അല്ലെ. സോ നമുക്കിവിടെ ഈ ലിമിറ്റ് ആൻസർ എത്ര കിട്ടിയത്? -2. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലിമിറ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അല്ലെ. ജസ്റ്റ് നമ്മൾ ഒന്നൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻഡെഫിനിറ്റ് ഫോമിലാണെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. നെക്സ്റ്റ് ഒരു വേറെ ടൈപ്പ് ഓഫ് ലിമിറ്റ് ആണ്.
ഓക്കെ, എന്താണ് ഇവാലുവേറ്റ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇവിടെ എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ലിമിറ്റ് ആസ് എക്സ് അപ്രോച്ചസ് ഇൻഫിനിറ്റി, എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് അടുത്തത്. ഓക്കെ, സോ ഫംഗ്ഷൻ ഏതാ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ നോക്ക് എങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താണ് 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 അല്ലെ. സോ ഈ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെയും നമ്മൾ നേരത്തെ പോലെ ഡയറക്ട്ലി ഇൻഫിനിറ്റി എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം അല്ലെ. ഇവിടെ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ ഇൻഫിനിറ്റി കിട്ടും, ഇവിടെ ഇൻഫിനിറ്റി കിട്ടും, -1. ഇൻഫിനിറ്റി -1 ചെയ്യുന്നത് എന്തായാലും നെഗ്ലിജിബിൾ ആണ്. സോ അതെന്താവും മേലെ ഇൻഫിനിറ്റി ആവും, അതുപോലെ താഴെ ഇൻഫിനിറ്റി ആവും. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെയും നമുക്ക് വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി വരുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ ടെക്നിക്കാണ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാ ഈ എന്താണ് ഈ ഡിനോമിനേറ്ററിലെ ഹയർ പവറിനെ കൊണ്ട് മേലെയും താഴെയും നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടത്തെ ഹയർ പവറിനെ കൊണ്ട് നമ്മൾ മേലെയും താഴെയും അല്ലെങ്കിൽ ഈ ഹയർ പവർ നമ്മൾ അവിടെ നിന്ന് എടുക്കും. ഇപ്പൊ ഈ ഫംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ പുറത്തെടുക്കും. ഓക്കെ, ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി എന്താ ഉണ്ടാവുക, ഇവിടുന്ന് എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും 1 ഉണ്ടാവും അല്ലെ. പ്ലസ് 2x എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക 2/x ഉണ്ടാവും അല്ലെ. 2x എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ 2/x, കാരണം x സ്ക്വയർ ഇൻറ്റു 2/x മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, നമുക്ക് 2x ആ കിട്ടുക അല്ലെ. സോ ഇവിടെ ഇത് 2/x ആവും. അടുത്തതോ -1 എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക -1/x സ്ക്വയർ. എങ്കിലേ x സ്ക്വയർ ഇൻറ്റു 1/x സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ -1 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഡിനോമിനേറ്ററിന് നമ്മൾ എന്ത് ചെയ്തു ഹയസ്റ്റ് പവറിന് എക്സ് സ്ക്വയർ ന്യൂമറേറ്റർ. ഓക്കെ, ന്യൂമറേറ്റർ ആണ് ഇത്, നേരത്തത് ന്യൂമറേറ്റർ, താഴത്തത് ഡിനോമിനേറ്റർ. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മൾ എക്സ് സ്ക്വയറിനെ പുറത്തെടുത്തു. നെക്സ്റ്റ് നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത് താഴത്തെ എക്സ് സ്ക്വയറിനെയാണ്. ഓക്കെ, സോ താഴത്തെ എക്സ് സ്ക്വയറിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഇവിടുത്തെ എക്സ് സ്ക്വയറിനെ പുറത്തെടുത്താൽ ഇവിടെ നമുക്ക് 2 അല്ലെ. 2x സ്ക്വയറിന് എക്സ് സ്ക്വയർ പോയാൽ 2 ഉണ്ടാവും. പ്ലസ് അടുത്തതോ എക്സ് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ എന്താ ബാക്കി ഉണ്ടാവുക, എക്സ് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 1/x ഉണ്ടാവും അല്ലെ. എങ്കിലേ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു 1/x എക്സ് കിട്ടുള്ളൂ. സോ ഇവിടെ 1/x ബാക്കി ഉണ്ടാവും. അടുത്തത് 1 എക്സ് സ്ക്വയർ പോയാല് എന്താ ഉണ്ടാവുക +1/x സ്ക്വയർ അല്ലെ. സോ നമുക്കിപ്പം എന്തായി ഇവിടെ നോക്കെ, ഇത് ഈ രണ്ട് ഫംഗ്ഷനിൽ നിന്നും നമ്മൾ എക്സ് സ്ക്വയറിനെ പുറത്തെടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ആളുണ്ട്, ഏതാ x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. അപ്പൊ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ ഉള്ള ആരൊക്കെയാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 2/x മൈനസ് 1/x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 + 1/x പ്ലസ് 1/x സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഇനി നമ്മൾ ചെയ്യുന്നത് എക്സിന് ഇൻഫിനിറ്റി കൊടുക്കാം അല്ലെ. ഇനി നമ്മൾ എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരില്ല, കാരണം ഇവിടുത്തെ എക്സ് ഒക്കെ ഇരിക്കുന്നത് 2/x 1/x സ്ക്വയർ 1/x ഈ ഫോമില. ഓക്കെ, സോ നമ്മൾ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും, ഇൻഫിനിറ്റി ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലേക്ക് പോകും അല്ലെ, 2/∞ എന്ന് വരും. ഓക്കെ, അപ്പോ ഈ 1/∞ എന്ന് പറയുന്നതിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി കൊടുത്ത ആ ഫ്രാക്ഷന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിക്കും, ഈ 2/xന്റെ വാല്യൂ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് 0 കിട്ടും. അതുപോലെ 1/x സ്ക്വയറിന്റെ വാല്യൂവും ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് തന്നെയാ വരിക, 0 ആണ് വരിക. ഓക്കെ, കാരണം ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാല് ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ 1/x സ്ക്വയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പൊ ഈ ലിമിറ്റ് നമ്മൾ എല്ലായിടത്തും കൊടുക്കാണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 കോൺസ്റ്റന്റ് ആണ്, സോ കോൺസ്റ്റന്റിന്റെ മാറ്റമൊന്നും വരില്ല. ഓക്കെ, അപ്പൊ 1 +
2/x ഇൻഫിനിറ്റി കൊടുത്താൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2/x. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2/x എന്തായിരിക്കും? അതും 0 ആയിരിക്കും അല്ലെ? സോ ഇത് 0, അടുത്തതോ ഇത് 0 ആണ്. അടുത്തത് -1/x². സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി -1/x² എന്താവും? അതും 0 ആയിരിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയോ കോൺസ്റ്റന്റ് 2 അല്ലെ? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് 2 തന്നെ കിട്ടും. പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x, അതെന്തായി? 1/∞, സോ ദാറ്റ് ഈസ് 0. പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x², അതും എന്താവും? 0. ഓക്കെ, അപ്പൊ 1/∞ വന്നാൽ അവിടെ 0 ആവും. സോ നമുക്ക് ഈ ലിമിറ്റിന്റെ വാല്യൂ എത്ര ഇപ്പൊ കിട്ടിയത്? 1 + 0 + 0 ഡിവൈഡഡ് ബൈ 2 + 0 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വാല്യൂ? 1/2. ഓക്കെ, അപ്പോ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിലെ ഹയർ പവറിനെ നമ്മൾ ഇതിന്ന് രണ്ടൊന്നും പുറത്തെടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യാം? ആ ഇൻഫിനിറ്റി വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റി ഫോം അല്ലാണ്ട് കോൺസ്റ്റന്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. സോ എന്തില്ല? പ്രശ്നമില്ല. ഓക്കെ, കോൺസ്റ്റന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ആൻസർ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്ന സമയത്ത് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഏത് ലിമിറ്റ് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി f(x) എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് ഓർക്കേണ്ട കാര്യം എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? a ആണ്. ഓക്കെ, അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) എന്ന് പറയുന്നത് f(a) ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, സോ അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ലിമിറ്റിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഡിഫറൻഷ്യബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. കുറച്ച് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. സോ ഡെറിവേറ്റീവ്സ് കാണാനുള്ള പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, സോ നല്ലോണം ശ്രദ്ധിക്കാം. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെറിവേറ്റീവ്സ് തന്നെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഓക്കെ, പേടിക്കണ്ട, സിമ്പിൾ ആയിട്ട് ഡെറിവേറ്റീവ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് x³ + 7/x. ഓക്കെ, അപ്പൊ ഇവിടെ f(x) = x³ + 7 ഡിവൈഡഡ് ബൈ x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വി ഹാവ് ടു ഫൈൻഡ് f' കണ്ടുപിടിക്കണം, f" കണ്ടുപിടിക്കണം. ഈ f" എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം ഇങ്ങനെയാണ്. അപ്പൊ ഈ f(x) എന്താ ഇവിടെ? x³ + 7/x. ഓക്കെ, ഡെറിവേറ്റീവ് കാണാൻ പല മെത്തേഡും ഉണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യാം. രണ്ട് ഫംഗ്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തെ റൂൾ യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ഇവിടെ x⁻1 × x³ + 7 ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതിൽ ഒന്നും കൂടെ എളുപ്പത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുകൂടെ എളുപ്പത്തിൽ ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഫംഗ്ഷനെ, ഈ ഫ്രാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, കറക്റ്റ് ഡിവൈഡ് ചെയ്യുക. x³ + 7 ഡിവൈഡഡ് ബൈ x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? x³
ക്യൂബ് ബൈ എക്സ് അല്ലെ. ഈ ഡിനോമിനേറ്റർ രണ്ടെണ്ണത്തിനും ഉള്ളതാണ്. സോ നമ്മൾ ആ ഡിനോമിനേറ്റർ രണ്ടിനും കൊടുക്കുക. ഓക്കെ, സോ എക്സ് ക്യൂബ് ബൈ എക്സ് പ്ലസ് 7 ബൈ എക്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സിന് എഴുതാൻ പറ്റും. ഓക്കെ, എക്സ് ക്യൂബ് ബൈ എക്സ് പ്ലസ് 7 ബൈ എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ എക്സ് എന്താ വാല്യൂ? എക്സ് സ്ക്വയർ പ്ലസ് 7 ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഫ്രാക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 7 ബൈ എക്സ് എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് കാണാം. ഇവിടെ ഇപ്പൊ പ്രൊഡക്റ്റ് ആയിട്ടോ ഡിവിഷൻ ആയിട്ടോ ഒന്നുമല്ല, ഡയറക്റ്റ് രണ്ട് ഫംഗ്ഷൻസിന്റെ സം ആണ്. സോ സം ആവുമ്പോൾ നമുക്ക് ഡയറക്ട്ലി ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലെ. സോ ഇവിടെ നമുക്ക് ഏതിന്റെ ഡെറിവേറ്റീവാ കാണണ്ടേ? എക്സ് റേസ് ടു 2. സോ എക്സ് റേസ് ടു 2 എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് എന്ത് വരും? n ഈക്വൽ ടു 2 ആവുമ്പോ n എക്സ് റേസ് ടു n മൈനസ് 1. സോ 2 എക്സ് റേസ് ടു 2 മൈനസ് 1 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 2 എക്സ് റേസ് ടു 2 മൈനസ് 1 പ്ലസ് അടുത്തതോ 7 ബൈ എക്സ്. 7 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോ 7 ഇൻറ്റു 1 ബൈ എക്സ്. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് 1 അല്ലെ. സോ n ഇസ് ഈക്വൽ ടു മൈനസ് 1 ആണ് അല്ലെ. 7 ബൈ എക്സില് n ഈക്വൽ ടു മൈനസ് 1. സോ n എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോ മൈനസ് 1 എക്സ് റേസ് ടു minus 1 minus 1. Okay, so 7 into minus 1 x raised to n minus 1, that is minus 1 minus 1. That is equal to 2x raised to 2 minus 1. 2 minus 1, 1. Okay, so 2x plus അല്ല minus അല്ലേ, കാരണം 7 into minus 1 ഉണ്ട്. So 2x minus 7 x raised to minus 1 എന്ന് പറയുമ്പോ minus 2 കിട്ടി. So that is 2x minus 7 by x square എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരിക. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 7 ബൈ എക്സ് സ്ക്വയർ. ഡയറക്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഡെറിവേറ്റീവ് കാണാം അല്ലെ. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്പൊ എന്താ വരിക? സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് കണ്ടാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ? 2xന്റെ ഡെറിവേറ്റീവ് എന്താ? 2. 7 ബൈ എക്സ് സ്ക്വയറിന്റെയോ? മൈനസ് 7 ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു മൈനസ് 2 അല്ലെ. എക്സ് റേസ് ടു മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോ എങ്ങനെ വരും? മൈനസ് 2 എക്സ് റേസ് ടു n minus 1, that is minus 2 minus 1 അല്ലെ. സോ ഇവിടെ എങ്ങനെ വരും? ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഈ ഒരു മൈനസ്. സോ മൈനസ് 2 എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് മൈനസ് എന്തായി? പ്ലസ് അല്ലെ. 2 പ്ലസ് 2 എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 1 എന്ന് പറയുമ്പോ മൈനസ് 3. ദാറ്റ് ഈസ് 2 പ്ലസ് 2 എക്സ് റേസ് ടു മൈനസ് 3. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടുക? 2 പ്ലസ് 2 ബൈ എക്സ് ക്യൂബ് എന്ന് വരും അല്ലെ. എക്സ് റേസ് ടു മൈനസ് 3 നമുക്ക് 2 ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. സോ ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്, 2 പ്ലസ് 2 ബൈ എക്സ് ക്യൂബ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സിന്റെ ഫോർമുല ഉണ്ട്. ഏതൊക്കെയാണ് ഡെറിവേറ്റീവ്സിന്റെ ഫോർമുലാസ്? ഏതൊക്കെയാണ് ഡെറിവേറ്റീവ് ഫോർമുലാസ്? ജസ്റ്റ് കുറച്ച് ഫോർമുലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ എക്സ് റേസ് ടു n മൈനസ് 1 അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താ? 0 അല്ലെ. പിന്നെയോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എത്രയാണ്? ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എൽ എൻ എക്സ് ലോഗ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ് അല്ലെ.
പിന്നെയോ അടുത്ത നോക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് അല്ലെ. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അതുപോലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും നോക്കി വെക്കുക. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താണ്? ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ് ആണ്. അതുപോലെ കൊസീക് എക്സിൻ്റെത് എന്താണ്? മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ്. സീക് എക്സിൻ്റെത് സീക് എക്സ് ടാൻ എക്സ്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് എന്താണ് എന്ന് നല്ലോണം ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാമിന് എന്തായാലും ഡെറിവേറ്റീവ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.